ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർച്ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർച്ചാരുന്നു ഞാൻ. ആ കരങ്ങളുയർത്തി ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല. സ്നേഹം സ്നേഹമേ പ്രേമമേ അങ്ങേ മാർച്ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർച്ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എൻ ജീവനേ കാളും വലിയതാണെനിക്ക്. ആരാധന ആരാധന
വേറെ ആരുള്ളൂ? ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ നിനക്ക. ഇനി എൻ്റെ ജീവിതം നിനക്ക, ഇനിയുള്ള നാളുകൾ. ചേർന്ന് വിളിക്കാം യേശുവേ, യേശുവേ. എന്നാദനേ യേശുവേ, എന്നാദനേ യേശുവേ എന്നാശയം, യേശുവേ എൻ കാന്തൻ. നീയല്ലാതാശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ? യേശുവേ എന്നാശയം, യേശുവേ എൻ കാന്തനെ. നിന്നെപ്പോൾ യോഗ്യൻ വേറെ ആരുള്ളൂ? ഇനി എൻ്റെ ജീവിതം, ഇനിയുള്ള നാളുകൾ നിനക്കാം. ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളും. ചേർന്ന് വിളിക്കാം യേശുവേ, യേശുവേ. എന്നാദനേ യേശുവേ, എന്നാദനേ. പാടാമോ? ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ജീവിതം നിനക്കാൻ, ഇനിയുള്ള നാളുകൾ. ശബ്ദമർത്തി പാടാമോ? ഇനി എൻ്റെ ജീവിതം സമർപ്പണത്തോടെ. ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ നിനക്കാം. ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ. യേശുവേ, യേശുവേ. എന്നാദനേ യേശുവേ, എന്നാദനേ യേശുവേ. ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ നിനക്കാം. ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ. ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ നിനക്കാം. ഇനി എൻ്റെ ജീവിതം നിനക്കാം, ഇനിയുള്ള നാളുകൾ. ചേർന്ന് വിളിക്കാം യേശുവേ, യേശുവേ. എന്നാദനേ യേശുവേ,
യേശുവേ പരിശുദ്ധ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങിൽ മഹേശൻ സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജൻ ശബ്ദമേർത്ത് പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങിൽ മഹേശൻ സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജൻ ആ കരങ്ങൾ ഉയർത്തി ആഹാ ലേ കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമില്ല അവനെ പോലാരാധ്യനില്ല അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ പോൽ ആരാധ്യനില്ല ആഹാ സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ
വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശി. ആ പ്രത്യാശയോടെ പാടിക്കുന്നു. കോടാകോടി തൻ ദൂത സൈന്യവുമാ വേഗാരൂഢനായി വരും നിജ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേ ശുഭശിഹ. ആഹാ എല്ലാ കരങ്ങളും ഉയർത്തി. ആഹാ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഇന്ന് പകലിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു. മഹോന്നതനായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു. വലിയവനായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം ഉയരപ്പെടട്ടെ കർത്താവ്. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങയുടെ നാമജൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി രാമയം പറഞ്ഞ് ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത കരങ്ങളടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നിങ്ങൾ ആർക്ക് കീഴടങ്ങണം? ദൈവത്തിന് കീഴടങ്ങണം. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ ഉറപ്പായും എന്ത് ചെയ്യും? പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല, സാത്താന് നമ്മുടെ മേൽ അധികാരമില്ല. ആ അധികാരം മാറണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് സാത്താന് ഏത് രീതിയിലെങ്കിലും ഒരു അധികാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അധികാരം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങി ജീവിക്കണം. ഹല്ലേലൂയ. ദൈവം പറയുന്ന കൽപ്പന അനുസരിച്ച് ജീവിക്കണം. കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് വേരൂന്നി നിൽക്കണം. നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സഭയാണെങ്കിൽ ആ സഭയ്ക്കകത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വേരൂന്നി നിങ്ങളെ നടത്തുന്ന അഭിഷിക്തൻ്റെ കൈ കീഴിൽ ഇണങ്ങി കർത്താവ് എന്താണോ നിങ്ങളോട് പറഞ്ഞെന്ന കൽപ്പന, അടിസ്ഥാനമാകുന്ന വചനമാകുന്ന അടിസ്ഥാനത്തിൽ ഉറച്ച് കർത്താവ് നിങ്ങളോട് പറയുന്ന കൽപ്പന പ്രകാരം നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവത്തിന് കീഴടങ്ങിയാൽ സാത്താൻ നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോകും. ഹല്ലേലൂയ. ആരും ഓട്ടിക്കാതെ വണ്ണം ശത്രു ഓടിപ്പോകുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രുവിന് ഒരു കാര്യമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനോടെ ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മളിൽ വാഴേണ്ടത് ക്രിസ്തുവാണ്. സാത്താൻ നമ്മളിൽ വാഴുവാൻ ദൈവം അനുവദിക്കില്ല. സാത്താന് നമ്മെ ആർക്കുവാനും മുടിക്കുവാനും കർത്താവ് വിട്ടുകൊടുക്കില്ല. ജീവനും ജീവൻ്റെ അധികവും ആര് തരും? കർത്താവ് തന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ തിരിച്ചറിവുള്ളവരൊന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം അതുപോലെ 1 പത്രോസ് എഴുതിയ ലേഖനം
അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ആ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗ്ഗങ്ങൾക്ക് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ, നേരത്തെ പൗലോസ് അപ്പോസ്തലനാണ് യാക്കോബിന് എഴുതിയ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പത്രോസ് അപ്പോസ്തലൻ, മൂപ്പന്മാരിൽ പ്രധാനിയായ പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്ന സമയത്ത് താൻ പറയുന്ന വാക്കാണ്, എന്ത് ചെയ്യണം? അവണ്ണം തന്നെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. വിശ്വാസികൾ എന്ത് ചെയ്യണം? മൂപ്പന്മാർക്ക് കീഴടങ്ങണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നിങ്ങളുടെ അഭിഷിക്തന് കീഴടങ്ങി നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ച് ജീവിക്കണം. ഇതിനകത്ത് സഭയിൽ കടന്നു വരുന്ന നിങ്ങൾ ഞാൻ എന്ന ഭാവം കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നേ സഭയുടെ നേതൃത്വവും മറ്റുള്ള വലിയ കാര്യങ്ങളും ചെയ്യുന്നവരാകട്ടെ, ലീഡേഴ്സ് ആകട്ടെ, എല്ലാവരും മറ്റുള്ളവരുടെ മുന്നേ താഴ്മ ധരിച്ചുകൊണ്ട്, കർത്താവിനെ ധരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്വഭാവമാകുന്ന താഴ്മ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന് വേണം. കാരണം നിഗളിയുള്ളവരോട് ആരെതിർക്കും? ദൈവം എതിർക്കും. നിഗളം എവിടെയുണ്ടോ, ഞാനെന്ന ഭാവം എവിടെ ആരുടെ മേൽ വരുന്നു, അവിടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം മാറും. അവിടെ ആര് വരും? പിശാച് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവാകുന്ന ശൗൽ എന്ന് പറയുന്ന രാജാവ് താൻ ഒരു പുരോഹിതനല്ലാതിരിക്കെ, താൻ ഒരു രാജകീയ അഭിഷേകം മാത്രം വഹിക്കുന്ന ഒരു പാത്രമായി ജീവിക്കേണ്ടതിന് പകരം തൻ്റെ അഭിഷിക്തനാകുന്ന ശമൂവേൽ പ്രവാചകൻ്റെ ശുശ്രൂഷയെ താൻ ചെയ്തത് പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് മാറി. ദൈവം അറിഞ്ഞിട്ട് അവൻ്റെ മേൽ ദുരാത്മാവ് വന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ രാജകീയ ഭരണം ഒരിക്കലും ലഭിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ശൗൽ. ആ ശൗൽ ദൈവത്തിൻ്റെ ഇച്ഛപ്രകാരം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം താൻ രാജകീയ അഭിഷേകം പ്രാപിച്ച് രാജാവായി തീർന്നു. ആ കാലഘട്ടത്തിൽ രാജാവായി തീർന്ന ആദ്യത്തെ വ്യക്തി എന്ന പേര് എടുത്തു. തൻ്റെ തലമുറകൾ അടുത്ത രാജഭരണം നടത്തേണ്ടതിന് പകരം താൻ എന്ത് ചെയ്തു? ഒരു ദിവസം ശമൂവേലിൻ്റെ ശുശ്രൂഷയെ തനിക്ക് ഒരു സാഹചര്യമുണ്ടായപ്പോൾ എടുക്കേണ്ടി വന്നു. ആ എടുക്കേണ്ടി വന്നത് ദൈവത്തിൻ്റെ മുന്നേ കോപമായി മാറി. ഹല്ലേലൂയ. നിങ്ങളുടെ അഭിഷിക്തനോട്, നിങ്ങളുടെ ശുശ്രൂഷക്കാരനോട്, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കർത്താവ് നട്ടിരിക്കുന്ന സഭയിലെ അഭിഷിക്തനോട് നിങ്ങൾ താഴ്മ ധരിച്ചു നിൽക്കണം. ഞാനെന്ന ഭാവം കാണിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കാണിച്ച നിഗളം നിങ്ങളുടെ മുകളിൽ വന്നാൽ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല, ഇങ്ങനെ ഒരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. താഴ്മ ഉള്ളവർക്കോ ദൈവം കൃപ നൽകും. അതുകൊണ്ട് തന്നെ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് കീഴ് താണിരിപ്പിൻ. നിങ്ങൾ താഴ്മ ധരിച്ച്, ചിലപ്പോൾ നിങ്ങൾ താഴ്മ ധരിക്കും തോറും മറ്റുള്ളവർ നിങ്ങളെ വീണ്ടും 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 താഴ്ത്തുന്നതായിരിക്കാം. നിങ്ങളുടെ മറ്റുള്ളവർ, നിങ്ങളുടെ സഭാ പാസ്റ്ററാകട്ടെ, കൂടെയുള്ള വിശ്വാസികളാകട്ടെ, ലീഡേഴ്സ് ആകട്ടെ, ആര് വേണമെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കാം. പക്ഷെ അവർ താഴ്ത്തുന്നതനുസരിച്ച് നിങ്ങൾ വീണ്ടും താഴ്മ ധരിച്ചിരുന്നാൽ, കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരുന്നാൽ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആര് താഴ്ത്തിയാലും എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിനൊരു തക്ക സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളെ ഉയർത്തിയിരിക്കും. കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ നടത്തിയിരിക്കുന്ന, നിങ്ങളെ നടത്തുന്ന അഭിഷിക്തൻ്റെ കൈ കീഴിൽ ഇണങ്ങി നിൽക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കാളും വിദ്യാഭ്യാസം കാണുമായിരിക്കാം, അദ്ദേഹത്തെക്കാളും കഴിവ് കാണുമായിരിക്കാം, അദ്ദേഹത്തെക്കാളും വചനജ്ഞാനം കാണുമായിരിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ താണിരിക്കണം. മൂപ്പന്മാർക്ക് താണിരിക്കണം.
അതുകൊണ്ട് അവർ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മുടെ ടെൻഷനാണ് യഥാർത്ഥ പിശാചിൻ്റെ ആയുധം. കാൽവരി ക്രൂശിൽ കർത്താവ് സാത്താൻ്റെ സർവ്വ ആയുധ വർഗവും പിടിച്ചു വാങ്ങിയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. തുറന്നുള്ള സമയങ്ങൾ ചിലപ്പോൾ അത് പറയും. അപ്പം വാങ്ങിച്ചു, ഇനി ഒരു ആയുധവും മനുഷ്യനെതിരെ അവന് പ്രയോഗിക്കുവാൻ ഇല്ല. പക്ഷെ ഇന്ന് അവൻ ഉപയോഗിക്കുന്ന ആയുധം എന്തെന്നറിയാം? ചിന്തയാണ്. നമ്മളെ ഉള്ളിൽ എന്ത് ചെയ്യും? ചിന്ത കൊണ്ടിടും. നമ്മൾ അറിയുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വായിക്കുന്നത് യഥാർത്ഥ സത്യമാണോ, ഈ വചനം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ രോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടിട്ട് പിശാച് നമ്മളെ അടിമയാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്തു ചിന്ത വന്നാലും, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത, നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തു ചിന്ത വന്നാലും ദൈവസന്നിധിയിൽ നിങ്ങൾ പോകണം. ദൈവത്തിൻ്റെ മുന്നേ മുഴങ്കാൽ മടക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കിങ്ങനെ ഒരു ചിന്ത വരുന്നു കർത്താവേ, ഈ ചിന്തയെ എനിക്കിൽ നിന്ന് മാറ്റണമേ, അതിനൊരു പ്രതിവിധി എനിക്ക് തരണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മളിന്ന് ചിന്തിക്കുന്ന പല ചിന്തകളും ദൈവഹിതമുള്ളതായിരിക്കില്ല. ഹല്ലേലൂയ. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അടുത്ത 20-ാം തീയതിയാണ് ആ പൈസ സാമ്പത്തികം കൊടുക്കേണ്ടതാണെങ്കിൽ, നമ്മൾ ഇന്ന് മുതലേ ടെൻഷൻ അടിക്കുക. അത് കിട്ടൂല 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 എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുകയാണ്. കിട്ടൂല. അതേസമയം അത് ദൈവം നോക്കിക്കോളും. ദൈവത്തിന് അതിന് മുന്നിൽ ഒരു പദ്ധതി ഉണ്ട്, ഒരു വഴി ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ സമർപ്പിച്ചാൽ അതിനകത്തൊരു വഴി തുറക്കും. നമ്മളെന്ത് ചെയ്യുന്നറിയോ? സ്വയമായി ചിന്തിച്ച് 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 ദൈവത്തിൽ നിന്ന് അകലും, പ്രാർത്ഥിക്കില്ല, ആരാധിക്കില്ല, ദൈവസന്നിധിയിൽ വരില്ല, ദൈവം തന്ന നന്മകളിൽ ദൈവത്തിന് കൊടുക്കില്ല. അങ്ങനെ നമ്മൾ ജീവിതം തകർത്ത് കളയും. അതിന് പകരം എന്ത് ചെയ്യണം? വരുന്ന ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കണം. എന്ത് ഭാരം വന്നാലും ദൈവസന്നിധിയിൽ കൊടുക്കണം. ദൈവവുമായി നിങ്ങൾ അടുത്തടുത്ത് വരുന്നവരായി, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവവുമായി അടുത്തടുത്ത് വരുന്നവരായി നിങ്ങൾ മാറണം. 8, നിർമ്മതരായിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിർബന്ധരായിരിക്കും. എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ അടുത്ത് ആര് വരില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിനകത്ത് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സ്തോത്രം പറയുവിൻ. എപ്പോഴും സന്തോഷിക്കണം. എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രയാസം വന്നാലും മനുഷ്യൻ എന്ത് ചെയ്യരുത്? ഭാരപ്പെടരുതെന്ന് തിരുവചനം ആഗ്രഹിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ ഉറക്കം പോലും നമ്മുടെ ജീവിതത്തിനകത്ത് വരരുത്. എപ്പോഴും നമുക്കായി ഒരു പിതാവായ ദൈവമുണ്ടെന്നും, നമുക്കായി ഒരു കർത്താവുണ്ടെന്നും, ആ കർത്താവ് നമ്മെ കരുതുന്നുണ്ടെന്നും, ആ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദോഷവും വരികയില്ലെന്നും ചിന്തിച്ച് എല്ലാ പ്രതികൂലത്തെയും ആരുടെ കരത്തിൽ കൊടുക്കണം? ആരുടെ കരത്തിൽ കൊടുക്കണം? കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നിങ്ങൾ സ്തോത്രമെന്ന ആദരയാഗത്തോടെ ജീവിച്ചാൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ ഭയത്തോടും വിറയലോടും ഇരുന്നാൽ, ഭയത്തോടെ ഇരുന്നാൽ ഉറപ്പായും പിശാച് നിങ്ങളെ അടിമയാക്കി കളയും. അതിനു പകരം നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് കൈവിടുകയും ഉപേക്ഷിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയാൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് സാത്താൻ സിംഹം പോലെ അലറി വരുന്ന സമയത്തും നിങ്ങളെ സംരക്ഷിക്കുവാൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ നമ്മോട് കൂടെ ഇരിക്കും. നിങ്ങളെ തകർക്കുവാൻ സാത്താനെ കഴിയുകയില്ല. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. നമ്മൾ യഥാർത്ഥത്തിൽ സാത്താനോട് വിജയിക്കണമെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ദൈവം നമുക്കുണ്ടെന്നും, നമ്മോടുകൂടെ ദൈവപ്രവൃത്തി ഉണ്ടെന്നും, ദൈവം അറിയാതെ നമുക്കൊന്നും വരികയില്ലെന്നും ഉള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നാൽ സാത്താനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർത്ത് നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ അവൻ കൊണ്ടുവരും. നമ്മളെന്ത് ചെയ്തു? സ്നാനമെടുത്തു, സ്വർഗം നമുക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചു, കാൽവരി ക്രൂശിൽ നമ്മളെ തന്നെ കർത്താവ് തൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കഴിഞ്ഞ നാളിൽ നടന്ന തെറ്റുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ നടന്ന തെറ്റുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൻ്റെ നിങ്ങളെ പുതിയ തുടക്കത്തിന് മുന്നേ ഉണ്ടായ അവസ്ഥകളെ കൊണ്ടുവന്ന് നിങ്ങളെ വീണ്ടും കുറ്റം വിധിക്കും. ഹല്ലേലൂയ.
ഈ കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഭയപ്പെടും. ഇനി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നടക്കില്ല, ഇനി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അതിന് പകരം നീ ആര് എന്ന് തിരിച്ച് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. കർത്താവ് ഒരിക്കലും ഒരു വ്യക്തിയും കുറ്റം വിധിക്കില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. കല്ലെറിഞ്ഞു കൊല്ലുവാൻ, ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാനാണ് കൊണ്ടുവരുന്നത്. കർത്താവ് ഇവളെ ഓട്ടിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ കല്ലുമായി നിൽക്കുന്ന സമയത്ത് കർത്താവ് കുനിഞ്ഞ് തറയിൽ വരച്ചു കൊണ്ടിരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങനെ കുനിഞ്ഞിരുന്ന ശേഷം കർത്താവിനോട് അവർ കാര്യം പറഞ്ഞാണ്, ഇങ്ങനെയാണ്, ഇവൾ ഈ പ്രവൃത്തി ചെയ്തു, ഇവൾ ഒരു തെറ്റുകാരിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് ഈ ഫ്രണ്ടിൽ നിന്ന സഹോദരിയോ കല്ലെറിയുവാൻ വന്ന വ്യക്തികളെ നോക്കിയില്ല. എന്നിട്ട് കർത്താവ് കുനിഞ്ഞിരുന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഹല്ലേലൂയ. കുറ്റം വിധിക്കുന്ന കർത്താവാണെങ്കിൽ എന്ത് ചെയ്തതെന്നറിയാമോ? ആ സ്ത്രീയോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഈ സ്വഭാവത്തിൽ എന്തൊക്കെ കിട്ടി, എന്തിന് നീ ഈ വൃത്തികെട്ട സ്വഭാവം കാണിക്കാൻ പോയി എന്ന് ചോദിക്കുമായിരുന്നു. കർത്താവ് ആ വ്യക്തിയുടെ, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്ത്രീയുടെ കരഞ്ഞ മുഖം കർത്താവിന് കാണേണ്ടി വരും. ആ പുരുഷന്മാരെ നോക്കിയാൽ അവർ തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കല്ലേറിൻ്റെ മുഖം അവരെ മുതലേ കാണാൻ കഴിയും. സ്ത്രീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ അവൾക്കെതിരെ ശിക്ഷ വിധിക്കുവാൻ കൈ ചൂണ്ടി നിന്ന വ്യക്തികളെയോ ആ സ്ത്രീക്കെതിരെയോ കർത്താവ് നോക്കിയില്ല. കാരണം കർത്താവ് കുറ്റം വിധിക്കുന്ന ദൈവമല്ല, പാപികളെ സംരക്ഷിക്കുന്ന കർത്താവാണ്. നിങ്ങളുടെ മേൽ എന്ത് പാപം ഉണ്ടെങ്കിലും ആ പാപബോധം പരിശുദ്ധാത്മാവ് തന്നാൽ സ്പോട്ടിൽ കർത്താവിൻ്റെ അടുക്കൽ പോവുക. കർത്താവെ, ഞാൻ അറിയാതെ ഇത് ചെയ്തു പോയി, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയണം. ഹല്ലേലൂയ. പിശാചിന് നിങ്ങൾ അടിമയാകരുത്, കുറ്റബോധത്തിന് നിങ്ങൾ അടിമയാകരുത്, തെറ്റുകുറ്റങ്ങളിൽ നിങ്ങൾ അടിമയാകരുത്. ദൈവസന്നിധിയിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ പ്രിയമുള്ളവരെ, ശത്രുവിന് നമ്മുടെ മേൽ അധികാരമില്ലാതെ ആകും. ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിച്ചത് സാത്താൻ്റെ അടിമയായിരിക്കുവാനോ തകർച്ചയിൽ കിടക്കുവാനല്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചത്, തൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത്, തൻ്റെ മരണത്തിലൂടെ നമ്മെ തൻ്റെ സ്വരൂപമാക്കി മാറ്റിയത് ഈ ലോകത്തിൽ വീണ്ടും തലകുനിച്ച് ജീവിക്കുവാനല്ല, നമ്മൾ വാഴുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തിൻ്റെ മേലൊക്കെ വാഴ്ചയുണ്ട്? സാത്താൻ്റെ മേൽ നമ്മുടെ വാഴ്ചയുണ്ട്, ശാപത്തിൻ്റെ മേൽ വാഴ്ചയുണ്ട്, തകർച്ചകളുടെ മേൽ വാഴ്ചയുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ മേൽ വാഴ്ചയുണ്ട്, രോഗത്തിൻ്റെ മേൽ നമുക്ക് വാഴ്ചയുണ്ട്. ഹല്ലേലൂയ. കാരണം കർത്താവ് കാൽവരി ക്രൂശിൽ ഇതിനെല്ലാം ജയിച്ചു കഴിഞ്ഞു. ആ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് സഭയാകുന്ന നമ്മുടെ തലയാണ്. അധികാരം കർത്താവിൻ്റെ കരത്തിലാണ്. ഇന്ന് നമ്മെ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്ന അതിൻ്റെ മേൽ വാഴുവാനാണ്. നിങ്ങൾ അതിൻ്റെ മേൽ വാഴ്ന്നാൽ, അതിനെ അധികാരത്തോടെ ശാസിച്ചാൽ, അതിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം കർത്താവ് നമുക്ക് തന്ന അധികാരത്തോടെ ജീവിച്ചാൽ അതിൻ്റെ മുന്നിൽ നിങ്ങൾ തല കുനിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. നമ്മൾ ആദ്യം 2 കാര്യം പറഞ്ഞു. ഒന്ന്, എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങി നിൽക്കണം. 2, മൂപ്പന്മാർക്കും നിങ്ങളോട് കൂടെ ഉള്ള വ്യക്തികൾക്കും കീഴടങ്ങി നിൽക്കണം. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യം നിങ്ങൾ അറിയുക. നിങ്ങളെ കർത്താവ് വാഴുവാനാണ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാനും വേണ്ടിയാണ്. ആ വാഴ്ച എവിടെ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ, ആദം ആ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു. പാപം ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകലും. നിഗളിയാകുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകലും. അങ്ങനെ അകന്നാൽ എന്ത് ചെയ്യും? പാപം അവനെ ഭരിക്കും, പിശാച് അവനെ ഭരിക്കും, അവൻ്റെ വാഴ്ച നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ആദാമിൻ്റെ കയ്യിൽ നിന്ന്. ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ വാഴ്ചയെ
ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുരിശിലെ മരണത്തിലൂടെ തിരിച്ച് മടക്കി തന്നു. ഇന്ന് നമ്മൾ വാഴുന്നത് ക്രിസ്തുവിലാണ്, ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇന്ന് പിശാചിന് എൻ്റെ ഭവനത്തിനകത്തോ, എൻ്റെ കുഞ്ഞിൻ്റെ മേലോ, എൻ്റെ ഭാര്യയുടെ മേലോ, നിങ്ങളുടെ കുടുംബത്തിനകത്തോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലോ, നിങ്ങളുടെ ഭാര്യമാരുടെ മേലോ, ഭർത്താക്കന്മാരുടെ മേലോ, ആരുടെ മേലും ഒരു അവകാശമില്ല. ഹല്ലേലൂയ. കാരണം നീയാണ് വാഴുന്നത്, സാത്താനല്ല നിൻ്റെ ഭവനത്തിനകത്ത് വാഴുന്നത്. എത്ര വർഷമുള്ള ബന്ധനത്തോടും നീ ശാസിക്കണം, ഈ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയണം. കാരണം കർത്താവ് 2026 വർഷത്തിന് മുന്നേ എനിക്ക് തൻ്റെ തിരു രക്തത്താൽ എന്നെ വിളിച്ച് വേർതിരിച്ചു, എന്നെ രാജ്യവും പുരോഹിതനുമാക്കി എന്നെ ഈ ഭൂമിയിൽ വാഴുവാനാക്കി വിട്ടിരിക്കുന്നു എന്ന് പറയണം. നീ എപ്പോഴും പറയണം, ഞാൻ കർത്താവിൻ്റെ രാജ്യമാണ്, ഞാൻ കർത്താവിൻ്റെ പുരോഹിതനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വാഴും. ഹല്ലേലൂയ. നീ നിൻ്റെ ഭവനത്തിൽ ഇന്നു മുതൽ വായിച്ചു തുടങ്ങണം. നീ നിൻ്റെ ദേശത്തിനകത്ത് ഇന്നു മുതൽ വായിച്ചു തുടങ്ങണം. ഇന്നു മുതൽ നിൻ്റെ ശുശ്രൂഷയുടെ അകത്ത് നീ വായിച്ചു തുടങ്ങണം. ദൈവം നിനക്ക് അനുവദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവിക വായിച്ച നീ ആരംഭിക്കണം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് കർത്താവ് അധികാരം തന്നു. എനിക്ക് മാത്രമാണ് തന്നത്, എനിക്ക് മാത്രമാണ് തന്നത്. ഹല്ലേലൂയ. നിങ്ങളെ പിന്നെ എന്തിനു പിശാചിനെ പേടിക്കുന്നത്? അവൻ നമ്മുടെ കാൽ കീഴിലാണെന്ന് ഞാൻ എത്രയോ കാലം പറഞ്ഞിരുന്നിട്ടുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഒരുവിധപ്പെട്ടവരുടെ ഭവനങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇനി നിങ്ങൾ അതിനെ ഭയപ്പെടരുത്, അതിനെ വിളിച്ച് കയറ്റരുത്, നിങ്ങൾ അങ്ങനെ ജീവിക്കരുത് എന്ന് പറഞ്ഞു വിട്ട വ്യക്തിയാണ് ഞാൻ. വീണ്ടും 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 നിങ്ങൾ വീണ്ടും 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 ദൈവത്തോട് നിങ്ങളി കാണിച്ച് ദൈവം പറയുന്ന കൽപ്പന പ്രമാണിക്കാതെ വീണ്ടും സാത്താനെ കയറ്റിയാൽ അവൻ നിങ്ങളെ മുന്നിൽ വാഴുക തന്നെ ചെയ്യും. കാരണം അവൻ്റെ ആയുധം തന്നെ നിങ്ങളുടെ തിരിച്ചറിവില്ലായ്മയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ തിരിച്ചറിവ് അല്ലായ്മ എന്നും മാറി നിങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തിരു രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്നും നിങ്ങളെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ രാജ്യവും പുരോഹിതനുമാക്കി മാറ്റിയെന്നും നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു, അന്ന് മുതൽ നിങ്ങൾ വാഴുന്നു തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, മറ്റുള്ള ഭവനങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ വാഴുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയെങ്കിലും എന്ത് ചെയ്യണം? വായിച്ച് ആരംഭിക്കണം. സാത്താനോട് പറയണം, എൻ്റെ മേൽ നിനക്കൊരു അവകാശമില്ലെന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിലാവണം. കർത്താവിൻ്റെ കൽപ്പന നീ പ്രമാണിക്കണം. എന്തുകൊണ്ടാണ് ഇപ്പം പറയാത്തത്? എന്തുകൊണ്ടാണ് പറയാത്തത്? എനിക്ക് തന്നെ അറിയാം ഞാൻ തെറ്റുകാരനാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ? അതുകൊണ്ടാണോ? ഹല്ലേലൂയ. എന്തെല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അതുകൊണ്ടല്ലേ? ഇതിനകത്തിരിക്കുന്ന ഒരാൾ കളക്ടറായെന്ന് വിചാരിക്കുക, നമ്മൾ അഭിരാമി കളക്ടറാണെന്ന് വിചാരിക്കുക. അഭിരാമിക്ക് കളക്ടർ ഓഫീസിൽ പോയി ആദ്യമായി ജോയിൻ ചെയ്ത് അപ്പോഴേ ഏതാണോ കളക്ടറായിരിക്കുന്നത്, ഇനിയിപ്പം ഇവർ അസിസ്റ്റൻ്റായിട്ടുള്ള കളക്ടറാണ് മെയിനായിട്ടുള്ള പവർ എടുത്തിരിക്കുന്നെങ്കിൽ ആളെന്ത് ചെയ്യും? ഒരു ബുക്കൊക്കെ കൊടുത്ത് അഭിരാമിയെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി തൻ്റെ സീറ്റിൽ ഇരുത്തിയിട്ട് ആദ്യമായി ഒരു ഫയൽ, എന്തെങ്കിലും ഒരു ഫയൽ അവിടെ കാണും, ആ ഫയൽ ഒപ്പിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഹല്ലേലൂയ. അതിനു മുന്നേ തന്നെ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അഭിരാമിയുടെ മേശയുടെ പുറത്ത് അഭിരാമി IAS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് വയ്ക്കും. അഭിരാമി ഇരിക്കുന്ന റൂമിൻ്റെ വെളിയിൽ എന്ത് ചെയ്യും? അഭിരാമി IAS എന്ന് പറഞ്ഞ ബോർഡ് വയ്ക്കും. ജില്ലാ കളക്ടർ എന്നുള്ള ബോർഡ് വെളിയിൽ വയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ അഭിരാമി അതിനകത്ത് ചെന്നിരിക്കുകയും അവിടെയുള്ള പോലീസുകാരൊക്കെ തൊഴുകയും അവിടെ വരുന്ന ആരെങ്കിലും ഇത് നിയമപരമായി എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയും അവരെ ഭയപ്പെടുകയും ചെയ്താൽ അഭിരാമി കളക്ടറായോ അതോ അവിടുത്തെ പിച്ചക്കാരിയെ പോലെ ആയിരിക്കുമോ? ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്നറിയാമോ? കർത്താവ് കാൽവരി ക്രൂശിൽ സർവ്വം നമുക്ക് തന്നു, നമ്മുടെ മേൽ അധികാരം പകർന്നു. നമ്മുടെ കുടുംബത്തിനകത്ത് സാത്താൻ ഇനി അവകാശമില്ല, അധികാരമില്ല. നമ്മുടെ കുടുംബത്തിനകത്ത് സാത്താന് നിൽക്കുവാനുള്ള അവകാശവും അധികാരമില്ല. നമ്മൾ അതിൻ്റെ മേൽ വാഴണം. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ വാഴേണ്ട. നമ്മളെ ഭവനത്തിനകത്ത് ഇരിക്കുമ്പോഴേക്കും സാത്താൻ വരികയാണെന്ന് വിചാരിക്കുക. സാത്താൻ വരണ ഉടനെ, അയ്യോ നീ ഇവിടെ വന്നിരുന്നോളൂ, ഞാൻ ഇവിടെ നിന്നോളാം. എന്നിട്ട് നമ്മളെന്താ പറയുന്നറിയാം?
നമ്മൾ എത്ര ഒഴിപ്പിച്ചാൽ എത്രയൊക്കെ ചെയ്താലും പ്രാർത്ഥിച്ചാൽ സാത്താൻ നമ്മളെ വിട്ട് പോകില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മൾ സാത്താൻ അടിമയായി. നമ്മളെ സാത്താന് ഭയങ്കര ബഹുമാനമാണ്. ഹല്ലേലൂയ. കർത്താവ് എവിടെയെങ്കിലും സാത്താനെ ബഹുമാനിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ശിഷ്യന്മാർ ബഹുമാനിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. സാത്താനെ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യരൂപത്തിൽ കാണാൻ പറ്റിയാണ് നമ്മൾ സെല്യൂട്ട് അടിച്ചിട്ട് വെൽക്കം ഒക്കെ പറഞ്ഞ് വേണമെങ്കിൽ വെൽക്കം റിംഗ് കൂടെ കൊടുക്കും. നമ്മളെ വിളിച്ച് വേർതിരിച്ച ഒരു അപ്പന് ഒരു ബോധമുണ്ട്, ഇത് എൻ്റെ മകനാണ്. അതുകൊണ്ടാണ് കർത്താവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നത്. പകർന്നില്ലേ? നിങ്ങൾ ആരാണ്? പുത്രനാണ്. പുത്രനെങ്കിൽ ക്രിസ്തുവാകുന്ന പുത്രൻ ഇറങ്ങി നടന്നപ്പോൾ സാത്താൻ പറഞ്ഞതുപോലെ പറയണം. നിങ്ങളെ നോക്കി, നീ എന്തിനിവിടെ വന്നു? നമ്മുടെ സമയമാകുന്നതിന് മുന്നേ ഞങ്ങളെ പറഞ്ഞയക്കുന്നത് എന്തെന്ന് ചോദിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ്റെ മുട്ടുകാല് വിറയ്ക്കണം. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖം തന്നെ പാസ്റ്റർ, നമ്മളല്ലേ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മൈക്ക് കിട്ടുമ്പോൾ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഘോരഘോരം അല്ലേ ആൻറ്റി, ഘോരഘോരം പ്രസംഗിക്കാം. പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് 18 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് നമുക്കല്ലേ അറിയാവൂ. ദൈവമാണോ വലുത് സാത്താനാണോ? അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. ദൈവം വലുതെന്ന് തോന്നിയ ദൈവത്തെ ആരാധിക്കണം, അല്ലെങ്കിൽ സാത്താനെങ്കിലും ആരാധിച്ച് ജീവിക്കണം. അതേ നടക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമാണ് വലുതെന്ന് നിങ്ങൾ എന്ന് ചിന്തിക്കുന്ന അന്ന് സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് പഠിച്ചാൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വാഴും. ദൈവമില്ലാതെ നമുക്ക് വാഴ്ച നടത്തുവാൻ കഴിയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് എന്ത് ചെയ്തു? കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മളെ വാഴുവാനാക്കി വച്ചിരിക്കുന്നു. കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 12-15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സാത്താൻ്റെ പിടിയിൽ നിന്ന്, ആദാമ്യ പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഏക വഴി സ്നാനമാണ്. നമ്മൾ ആദാമ്യ പാപത്തിൽ നടന്നുകൊണ്ടിരുന്നവരാണ്. ആദാമ്യ പാപം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഏക വഴി സ്നാനമാണ്. അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മാച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധ വർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. അപ്പം അതിനകത്ത് പറയുന്നു, സ്നാനത്തിലൂടെ നമ്മെ എന്ത് ചെയ്തു? കർത്താവ് ക്രിസ്തുയേശുവോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ അനുവദിച്ചു. ഇതിനകത്ത് സ്നാനമെടുത്ത നിങ്ങൾ ഇനി ഭയപ്പെടരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങൾ ഇനി ഭയപ്പെടരുത്. നിങ്ങളെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ച് കയറ്റി എടുക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം തിരിച്ചറിവില്ലാത്തവനെ വിജയിപ്പിക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മൾ പണ്ട് ഉള്ള ആൾക്കാരായാലും ഇപ്പോഴുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നവനെ ചെന്ന് പിടിക്കുവാൻ പോകരുത്. എന്തുകൊണ്ട്? പോയാൽ അവൻ ആ മരണ വെപ്രാളത്തിൽ എന്ത് ചെയ്യും? നമ്മളെയും കൂടെ മുക്കിക്കളയുമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാത്താനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് കയറി പിടിക്കുവാൻ പോകരുത്. പിടിക്കുവാൻ പോയാൽ എന്ത് ചെയ്യും? അവൻ ഉള്ളതും കൂടെ കൊണ്ട് നമ്മളെയും കൊണ്ട് മറിയും. അതിനെക്കാട്ടും നമ്മൾ അറിഞ്ഞ ദൈവത്തെ സ്നേഹിച്ച് ദൈവം നമുക്ക് തന്ന അധികാരത്തിൽ നമ്മുടെ മേൽ അധികാരത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പാപത്തിന് നമ്മൾ ഓഹരിക്കാരായി തീരരുത്. മറ്റുള്ളവരുടെ പാപത്തിന് നമ്മൾ ഓഹരിക്കാരായാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ശുശ്രൂഷയിൽ അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ ഇതിനകത്ത് പറയുന്നു, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രജന്മത്തിൽ മരിച്ചവരെന്ന് നിങ്ങളെയും അവനോട് കൂടെ ജീവിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മാച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്കെതിരെ പ്രതികൂലമായിരുന്ന കുറേ കയ്യെഴുത്തുകളുണ്ടായിരുന്നു. ന്യായപ്രമാണ പ്രകാരമുണ്ടായിരുന്നു. അല്ലാതെ സാത്താന് നിയമപരമായി എടുക്കുവാൻ കഴിയുന്ന അവകാശങ്ങളുണ്ടായിരുന്നു. പിതാവായ ദൈവത്തോട് നമ്മൾ മാറി ജീവിച്ച കുറേ ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇതിനെ എല്ലാം ക്രൂശിൽ മാച്ചു കളഞ്ഞു. തൻ്റെ തിരുരക്തത്താൽ എന്ത് ചെയ്തു?
മാച്ച് നമ്മെ വിശുദ്ധ ജനമായി കർത്താവ് മാറ്റി. നമ്മെ കർത്താവിൻ്റെ രാജ്യമാക്കി മാറ്റി. കർത്താവിൻ്റെ പുരോഹിതന്മാരാക്കി മാറ്റി. വാഴ്ചകളെയും നമുക്കെതിരെ നിന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. നമുക്കെതിരെ നിന്ന സാത്താൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർത്ത് ക്രൂശിൽ എന്ത് ചെയ്തു? അതിൻ്റെ അധികാരങ്ങളെയും ആയുധവർഗങ്ങളെയും എല്ലാം വയ്പ്പിച്ചു, എല്ലാം പിടിച്ചു വാങ്ങി നമ്മുടെ മുന്നേ എന്ത് ചെയ്തു? അതിനെ പരസ്യ കോലമാക്കി മാറ്റി. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടം നോക്കുകയാണെങ്കിൽ സാത്താൻ 1-2 സ്ഥലങ്ങളിൽ മാത്രം വെളിപ്പെട്ടത് മാത്രമേ കാണാൻ കഴിയൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര സംഭവമായി തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ശൗൽ എന്ന രാജാവിൻ്റെ മേൽ ദുരാത്മാവ് വന്നു. ദാവീദ് എന്ത് ചെയ്തു? കിന്നരം വായിച്ചപ്പോൾ ദുരാത്മാവ് അവനെ വിട്ടുമാറി. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ദുരാത്മാവ് അവൻ്റെ മേൽ വരുമായിരുന്നു. അത് മാത്രമാണ്. എന്നാൽ പുതിയ നിയമസഭയായി കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭ സമയം മുതൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് 41 ദിവസം കർത്താവ് മരുഭൂമി യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശുശ്രൂഷയ്ക്ക് കാലെടുത്ത് വച്ചത് മുതൽ പരസ്യകോലമാണ് സാത്താൻ. ഒളിച്ചു നിന്ന് ഒന്നും നിങ്ങളെ ചെയ്യുവാൻ അവന് കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് തകർക്കുവാൻ നമ്മളെ കഴിയില്ല. അവൻ പരസ്യകോലമാണ്. ഹല്ലേലൂയ. അവന് ഒളിക്കുവാൻ കഴിയുകയില്ല. ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്ന സാത്താനോട് ഞാൻ പറയുന്നു, നിനക്ക് എൻ്റെ മുന്നേ ഒളിക്കാൻ പറ്റില്ല. അതിനെക്കാട്ടി ഇപ്പോഴേ സെല്യൂട്ട് അടിച്ച് തിരിച്ച് മടങ്ങി പോകുന്നതാണ് ബെറ്റർ. സാത്താൻ നമ്മുടെ മുന്നിൽ ഒരു പരസ്യകോലമാണ്. അവൻ നമുക്ക് തികഞ്ഞ ശത്രുവല്ല. നമ്മുടെ ജഡമാണ് നമ്മുടെ ശത്രു. ഒരിക്കലും സാത്താനെ നിങ്ങളുടെ ശത്രുവായി കണക്കാക്കരുത്. ശത്രുവിനെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. സാത്താൻ നിങ്ങളുടെ മേലോ നിങ്ങളുടെ കുടുംബത്തിന് മേലോ കുഞ്ഞിൻ്റെ മേലോ ഒരു അവകാശവും എടുക്കുകയില്ല. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് വേണ്ടി അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് കർത്താവ് തന്ന അധികാരത്തിലാണെങ്കിൽ, ഞാൻ പറയുന്നു ഞങ്ങളെ സ്വയത്തിൽ ചെയ്താൽ ചിലപ്പം പ്രശ്നമാവും. കർത്താവ് തരുന്ന അധികാരത്തിലാണ് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായും കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്താണ്? നമ്മുടെ മുന്നേ പരസ്യ കോലമാണ്, അല്ലെങ്കിൽ പരസ്യ കാഴ്ചയാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് ശത്രുവിനെ ഒളിച്ചിരുന്നൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതേപോലെ എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിൻ്റെ ലോകാപതി ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. ആരോട്? മാമിയരോട്. ആരോട്? ഭർത്താവിൻ്റെയോട്. ആരോട്? ഭാര്യയോട്. ആരോട്? മക്കളോട്. ഹല്ലേലൂയ. നമുക്ക് ഭയങ്കര പോരാട്ടമല്ലേ? പോരാട്ടമില്ലേ വീട്ടിൽ? ഹല്ലേലൂയ. പിന്നെ നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ പോരാട്ടം കൂടും. നീ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണേ? അനുഭവിക്കണം. നമ്മൾ വലിയ ഡീസൻറ്റും അവർ ഫുള്ള് പോയി കിടക്കണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളതെന്നോ അതൊന്നും അല്ല കേട്ടോ. നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ പോരടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അതിൻ്റെ പിന്നിൽ ഒരു സാധനമുണ്ട്, അതിനെ പിടിച്ചാൽ മതി. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തെ ആ ശത്രുവിൻ്റെ പിന്നിൽ നിൽക്കുന്നതിനെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിൻ്റെ കൂടെ ഒന്ന് പോരടിക്കാൻ നിൽക്കില്ല. നിങ്ങൾ ശത്രുവിനോട് എതിർത്ത് തുടങ്ങിയാൽ ശത്രു എത്ര വലിയവനായാലും നിന്റെ നേരെ വരികയില്ല. കാരണം അവൻ ഒളിച്ച് നിന്ന് നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുവാൻ കഴിയില്ല. പിന്നെ അവൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ, വ്യക്തികളുടെ മേൽ പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്ന പറയാം, അവരിലൂടെ പ്രവൃത്തി വെളിപ്പെടുത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ പ്രവൃത്തി വെളിപ്പെട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ആ വ്യക്തിയോട് പിണങ്ങരുത്, ആ വ്യക്തിയോട് എതിരെ നിൽക്കരുത്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളോട് വാഴ്ചകളെ നിങ്ങൾ ശാസിച്ച് പുറത്താക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മേലെ അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ചെന്ന് കയറാനും പോകരുത്. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? കർത്താവ് പറഞ്ഞിട്ടില്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ചെന്ന് ശാസിക്കുവാനും പോകരുത്. കർത്താവ് കൈവിടും. ഹല്ലേലൂയ. ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാനാണ് കർത്താവ് ശിഷ്യന്മാരാക്കി വെച്ചത്, നമ്മളെ ആക്കി വെച്ചിരിക്കണം. നമ്മൾ അധികാരിയാണ്. ആരുടെ അധികാരി? കർത്താവിൽ അധികാരിയായ വ്യക്തിയാണ്.
നമ്മൾ രാജ്യമാണ്. ആരുടെ രാജ്യം? കർത്താവിൻ്റെ രാജ്യമാണ്. നമ്മൾ പുരോഹിതന്മാരാണ്. ആരുടെ പുരോഹിതൻ? കർത്താവിൽ പുരോഹിതന്മാരായതാണ്. ആ ബോധത്തോടെ കർത്താവിൻ്റെ ഹിതം ഈ ലോകത്ത് നടത്തുവാനാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടപ്പെട്ടവർക്കായിരിക്കും പൈശാചിക സാന്നിധ്യം വരുന്നത്, നമുക്ക് വേണ്ടപ്പെട്ടവർക്കായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയാത്തത് നമ്മൾ ചെന്ന് ചെയ്യാൻ പോയാൽ കർത്താവ് എന്ത് ചെയ്യും? പണി പഠിപ്പിക്കും. അപ്പം നീ ദൈവത്തിൻ്റെ കരത്തിലെ ആയുധമാണ്. ദൈവം ആയുധത്തെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, തുരുമ്പെടുത്ത് തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഞാനെന്ന ഭാവം കാണിക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നേ ഞാനാണെന്ന് തെളിയിക്കുവാൻ നടന്നു കഴിഞ്ഞാൽ ദൈവം തിരിച്ച് ആയുധത്തിൻ്റെ അടുത്ത് തറയിൽ വയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നേ എത്രത്തോളം താഴുന്നു അത്രത്തോളം ദൈവം ഉയർത്തും. അപ്പം നമ്മുടെ എതിരെ ദൂഷണം പറയുന്നവർ, നമുക്കെതിരെ ശത്രുത കാണിക്കുന്നവരുടെ പിന്നാലെ നടന്ന് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. അവരെ വിട്ടുകളയുക. വീണ്ടും 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 അവരെ ഉപദേശിച്ചും വീണ്ടും 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 അവരെ നന്നാക്കിയും വീണ്ടും 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 അവരുടെ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നും നിങ്ങളുടെ ജീവിതം കളയരുത്. നിങ്ങൾ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാഴ്ച നടത്തി ജീവിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ അല്ലെങ്കിൽ നാം പരിപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നമ്മൾ പരിപൂർണരാണ്. ഹല്ലേലൂയ. ആ പരിപൂർണത നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ ഭൂമിയിൽ വാഴും. കുറച്ച് പറയാം, ദൈവം കർത്താവിന് എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ, എല്ലാവരും പറയാം, യേശുവിനെ എല്ലാ വാഴ്ചകളും അധികാരത്തിന് തലയായവനായതുകൊണ്ട് തന്നെ നാം അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ എല്ലാത്തിൻ്റെ മേലും വാഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ തൻ്റെ ശുശ്രൂഷയിൽ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യാദികളിൽ പരസ്യ ശുശ്രൂഷ വേളയിലോ അല്ല മാത്രമല്ല ചെയ്തത്. താൻ ലൂക്കോസ് ചെയ്ത സുവിശേഷത്തിൽ 9-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് ആദ്യം 12 ശിഷ്യന്മാരെയും പിന്നീട് 70 ശിഷ്യന്മാരെയും വിളിച്ച് അധികാരം കൊടുക്കുന്നുണ്ട്. ലൂക്കോസ് ചെയ്ത സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 1-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. അവൻ പന്തിയിൽ വരുന്നവരെ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഈ അധികാരവും ശക്തിയും തന്നെയാണ് 70 പേർക്കും കൊടുത്തത്. 70 പേര് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയുടെ ശുശ്രൂഷ സമയത്ത് വീണ്ടും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാ അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊരു നല്ല ക്രിസ്തു ശിഷ്യനാണെങ്കിൽ, കൽപ്പന പ്രമാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീയും അധികാരിയാണ്. ഹല്ലേലൂയ. ആരെയും കാണിക്കാനുള്ള അധികാരിയല്ല, കർത്താവിൻ്റെ അധികാരിയാണ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിന്നിലൂടെയും വെളിപ്പെടും. അതുകൊണ്ട് തന്നെ കർത്താവിനോടൊപ്പം ചേർന്ന് നമ്മൾ ജീവിക്കുക. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ ആര് മുതലാക്കും? സാത്താൻ മുതലാക്കും. 1 കൊലോസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ സേനാപതികളിൽ നിന്ന്, ഇരുട്ടിൻ്റെ അവകാശത്തിൽ നിന്ന് നമ്മെ കർത്താവ് പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വെളിച്ചത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ കർത്താവ് അത് നമുക്ക് വേണ്ടി ചെയ്തു. നമ്മൾ സ്നാനത്തിലൂടെ, ആ ശുശ്രൂഷയിലൂടെ, സ്നാന ശുശ്രൂഷയുടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ജീവനും ജീവൻ്റെ അധികമാകുന്ന ക്രിസ്തുവിലാണ്, വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ വാഴുവാൻ സാത്താന് കഴിയില്ല. നമ്മുടെ ഭവനത്തിനകത്ത് വാഴുവാൻ കർത്താവ് സാത്താൻ അനുവദിക്കില്ല. ഈ ശുശ്രൂഷയുടെ അകത്ത് എൻ്റെ കീഴിൽ നിൽക്കുന്ന നിങ്ങളുടെ മേൽ വാഴുവാനും സാത്താൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. കാരണം ക്രിസ്തു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അധികാരം തന്നിട്ടുണ്ട്. ഇതിലിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും കൊടുത്ത അധികാരമാണ് ഇത്. സ്നാനമെടുക്കുന്നവൻ എന്ത് ചെയ്യും? ഭൂതത്തെ പുറത്താക്കും, രോഗിയെ സൗഖ്യമാക്കും. എന്നിട്ട് എത്ര പേര് പുറത്താക്കി? ഹല്ലേലൂയ. തിരിച്ചറിവില്ലാതെ പുറത്താക്കാൻ പോകരുത്.
അതേപോലെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ആരധികാരം തന്നു? കർത്താവ് അധികാരം തന്നു. എല്ലാവരും എഴുന്നേറ്റാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.